ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചന ശുശ്രൂഷ പരമ്പരയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചത്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായവും അതോടുകൂടെ തന്നെ 44-ാം സങ്കീർത്തനവും പഠിക്കുവാനായിട്ട് നമ്മൾ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. 13-ാം അധ്യായം എടുക്കാമോ? 13-ാം അധ്യായത്തിലാണ് വിശുദ്ധ മത്തായി ശ്ലീഹ അദ്ദേഹത്തിന്റെ പ്രധാന പ്രമേയം. ഓരോ സുവിശേഷത്തിലും ഓരോ പ്രമേയങ്ങളുണ്ട്. വിശുദ്ധ മത്തായിയുടെ പ്രമേയം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. അദ്ദേഹം സ്വർഗരാജ്യത്തെ പറ്റി ഉള്ള ഉപമകളിലൂടെ സ്വർഗരാജ്യം എന്താണെന്ന് യേശു പഠിപ്പിക്കുന്നതിനെ പറ്റിയാണ് അദ്ദേഹം ഇവിടെ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അധ്യായത്തിൽ 7 ഉപമകളാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തത്, യേശു തമ്പുരാൻ പറയുന്നത് ഒരു കടലിന്റെ അരികിൽ പോയിരുന്ന് പടകിലിരുന്ന് യേശു തന്റെ ചുറ്റുമുള്ള പുരുഷാരത്തെ പഠിപ്പിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ ഉപമ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ എവൻഗേലിയോനിൽ നാം കേൾക്കുകയും അതുപോലെ തന്നെ അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങൾ ഒക്കെ ലഭിക്കുകയും ചെയ്ത ഭാഗമാണ്. വിതക്കാരന്റെ ഉപമയാണ്. രണ്ടാമത്തെ ഉപമ 24-ാമത്തെ വാക്യം മുതൽ യേശു തമ്പുരാൻ സ്വർഗരാജ്യത്തെ മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. ഇങ്ങനെ പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു ഉപമയാണ്. സ്വർഗരാജ്യം ഒരു മനുഷ്യന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിന് സദൃശ്യമാകുന്നു എന്ന് പറഞ്ഞ് ഉള്ള കളയുടെയും നല്ല വിത്തിന്റെയും ഉപമയാണ്. പിന്നീട് മൂന്നാമത്തെ ഉപമ 31-ാമത്തെ വാക്യം, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യമെന്ന് പറഞ്ഞ് അതിനെ ഉപമിക്കുന്നതാണ്. പിന്നീട് 33, 34 വാക്യങ്ങളിൽ പുളിച്ച മാവിനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നു. പിന്നീട് 5-ാമതായി സ്വർഗരാജ്യത്തെ കുറിക്കുവാൻ പറയുന്ന ഉപമ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമെന്ന് പറയുകയാണ്. പിന്നീട് 45-ാമത്തെ വാക്യം, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം എന്ന് പറയുന്നു. പിന്നീട് 7-ാമത്തെ ഉപമ, സ്വർഗരാജ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി യേശു പറയുന്നത് സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. ഇങ്ങനെ 7 ഉപമകൾ ഉൾപ്പെട്ട ഒരു അധ്യായമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷ 13-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഈ ഉപമകൾ, അതിന്റെ വ്യാഖ്യാനങ്ങളാണ് യേശു ഇവിടെ നൽകുന്നത്. ഇതിനകത്ത് 2-3 ഉപമയുടെ വ്യാഖ്യാനം യേശു തന്നെ ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം. ആദ്യത്തത് വയലിൽ വിതയ്ക്കാൻ പോകുന്ന വിതക്കാരന്റെ ഉപമ. ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ന്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, ഏതാണ്ട് പകുതിയോളം വാക്യങ്ങൾ ആ ഒരൊറ്റ ഉപമ വ്യാഖ്യാനിക്കുവാനും അതിനെപ്പറ്റി പറയുവാനും യേശു എടുക്കുകയാണ്. നമുക്കറിയാം 4 ഇടത്താണ് ഈ വിതക്കാരന്റെ വിത്ത് ചെന്ന് പതിക്കുന്നത്. ഒന്ന്, അത് വഴിയരികിലാണ്. 2, അത് പാറസ്ഥലത്താണ്. 3, മുള്ളുകൾ തിങ്ങി നിൽക്കുന്ന ഇടത്താണ്. 4-മത് നല്ല നിലത്താണ്. അതായത് 4 തരത്തിൽ
വചനത്തെ സമീപിക്കുന്ന, വചനത്തെ സ്വീകരിക്കുന്ന മനുഷ്യരെയാണ് യേശു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. യേശു തന്നെ ഇതിനെപ്പറ്റി വ്യാഖ്യാനം ഇതിനകത്ത് തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എളുപ്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കതുകൊണ്ട് സാധിക്കും. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉപമ കേട്ടുകൊള്ളുവിൻ. 19-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 19 മുതൽ 23 വരെ വായിക്കാമോ? 19 മുതൽ 23 വരെ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കുമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഉള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഒരുക്കി ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നത് കൊണ്ടാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു. അതായത് യേശുദാൻ ഇതിന്റെ വ്യാഖ്യാനം തരികയാണ്. അതായത് വഴിയരികിൽ വീണത് എന്താണെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തി വചനം കേൾക്കുന്നു എങ്കിലും അത് ഗ്രഹിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ സാത്താൻ വന്ന് അവന്റെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അത് കേട്ടവന്റെ ചിന്തയിൽ നിന്ന് സാത്താൻ എടുത്തു കളയുമെന്നാണ് ഇവിടെ യേശു പറയുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ചിലവര് നിർബന്ധം കൊണ്ട് കേൾക്കാറുണ്ട്, ചിലര് ഒരു താല്പര്യമില്ലാതെ കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഒരു താല്പര്യമില്ലാതെ നിർബന്ധം ഒക്കെ സഹിച്ച് ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക്, പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്നത് വചനം നന്നായിട്ട് അത് ഗ്രഹിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഇപ്പൊ പഠിക്കാനായിട്ട് പോകുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് പോലും ഒരു കുട്ടിക്ക് നന്നായിട്ട് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെയാണ് വചനം വെറുതെ, ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ എല്ലാവരും സന്ധ്യാ നമസ്കാരം നടത്തുന്നവരാണ്. ആ സമയത്ത് ആരാധനാ ഗീതങ്ങളും അതുപോലെ തന്നെ വേദപുസ്തകം വായിച്ച് പിന്നീട് യാമപ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങളുണ്ട്. ഇതൊരു ചടങ്ങ് പോലെ കഴിക്കുന്ന ആളുകളുണ്ട്. അതായത് പാട്ടൊക്കെ പാടും, ഒരു മനസാക്ഷിക്കുത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സങ്കീർത്തനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ വായിച്ച് അങ്ങനെ പ്രാർത്ഥനയും ഒരു വിധത്തിൽ വായിക്കോട്ടെയൊക്കെ വിട്ട് അങ്ങനെ വളരെ ഞെങ്ങി ഞെരുങ്ങി യാമപ്രാർത്ഥനകളൊക്കെ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങളുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വായിക്കുന്ന ഒന്നും ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെ നമ്മൾ പള്ളിയിൽ വന്ന് പ്രഭാത നമസ്കാരം മുതലേ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആളുകളോട് എല്ലാവരും ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. പ്രഭാത നമസ്കാരം മുതൽ വന്നവരാണെന്ന് വിചാരിക്കുക. ഏതാണ്ട് ഈ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു 10-80 പേരോളം പ്രഭാത നമസ്കാരം ഒരു പകുതിയോടുകൂടെ ആകുമ്പോഴത്തേക്ക് എത്താറുണ്ട്. ഈ 80 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കുക, ഇന്ന് എന്താണ് പഴയ നിയമം വായിച്ചത് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് മറുപടി പറയാൻ പറ്റും? അതേപോലെ തന്നെ ഇന്ന് വടക്ക് വശത്തെ ശ്ലീഹായ എന്താണ് വായിച്ചതെന്ന് ചോദിച്ചാൽ ബബ അടിക്കുന്ന ആളുകൾ ഒത്തിരിയാണ്. അതേപോലെ തന്നെ തെക്ക് വശത്തെ ശ്ലീഹ ഏതാ വായിച്ചെന്ന് ചോദിച്ചാലും ആളുകൾക്കൊരു പിടുത്തമില്ല. കാരണം ഇത് വായിച്ച സമയത്ത് ഇതൊന്നും ശ്രദ്ധാപൂർവം കേട്ട വ്യക്തികളല്ല നമ്മൾ ആരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ വചന കേൾവി കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇത് ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പേ സാത്താൻ ഇത് എടുത്തുകൊണ്ട് പോകും. ഇത് കാരണം നമ്മളിതിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല, വലിയൊരു ആദരവ് കൊടുത്തിട്ടില്ല. ഇനി ഏവങ്കേലിയോനും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി എല്ലാ ആഴ്ചയും പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞ് ഏത് ഭാഗം വായിച്ച് എന്തിനെ പറ്റി പ്രസംഗിച്ച് കേട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ യേശു തമ്പുരാൻ പറയുന്ന ഉപമയിലെ 1-ാമത്തെ അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. അതായത് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വചനം അത് സാത്താൻ എടുത്തുകൊണ്ട് പോയി. അതായത് വേണ്ട ശ്രദ്ധ കൊടുക്കാതെ, വേണ്ട പ്രാധാന്യം കൊടുക്കാതെ, സമർപ്പണമില്ലാതെ
വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഫലം പുറപ്പെടുവിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചന കേൾവിക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം. രണ്ടാമത് യേശു പറയുന്നത്, ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എന്ത്? പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത്. എന്നിട്ട് പറയുകയാണ്, എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. നമുക്കറിയാം, വചനം നന്നായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ വചനം സ്വീകരിക്കുന്നത് എങ്ങനെയാന്നും അറിയാം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതപ്രകാരം എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവവചനത്തിന്റെ മുമ്പാകെ ജീവിതത്തെ പരിപൂർണമായിട്ടും സമർപ്പിച്ച അമ്മയ്ക്ക് തൊട്ടപ്പുറം നിൽക്കുന്നത് എന്താണ്? നമുക്കറിയാം, അമ്മയ്ക്ക് തന്നെ അറിയാമായിരുന്നു തനിക്കിനി കല്ലേറ് കൊണ്ട് മരിക്കാനുള്ള ഒരു സാധ്യത തന്റെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന, നല്ല മോശയുടെ ന്യായപ്രമാണം നന്നായിട്ട് അറിയുന്ന ഒരാളായിരുന്നു കന്യക മറിയം. പക്ഷെ അത് വചനം സ്വീകരിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. ഇപ്പൊ പൗലോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് നോക്കിയ പൗലോസ്ലീഹ തന്നെ കൊരിന്ത് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ഒന്ന് കുറയാതെ 5 വട്ടം 40 അടി കൊണ്ടു, അതായത് 200 അടി കൊണ്ടു, പിന്നെ കോലിനാൽ അടിക്കപ്പെട്ടു, ചാട്ടവാറ് കൊണ്ടുള്ള അടിയേറ്റു, കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നഗരത്തിൽ ചവറുകളുടെ ഇടയിൽ കൊണ്ടുപോയി വലിച്ചു കൂട്ടിയിട്ടു. പിന്നെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കടലിൽ വെച്ചുണ്ടായ ആപത്തുകൾ, 3 തവണ കപ്പൽ ഛേദം വന്ന് കടലിലൂടെ പ്രാണഭയത്തോടുകൂടെ അദ്ദേഹം നീന്തി നടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതാരാണ്? ലോകം മുഴുവനും, അതായത് യേശുക്രിസ്തുവിന് ശേഷം കർത്താവിന്റെ വചനം ഇത്രമേൽ ശക്തമായിട്ട് പ്രഘോഷിച്ച ഒരു വ്യക്തിയില്ല. സ്ലീഹന്മാരിൽ പൗലോസ്ലീഹയാണ് 3 മിഷണറി യാത്രകൾ നടത്തി. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് 4 മിഷണറി യാത്രകൾ നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ മിഷൻ യാത്രകൾ നടത്തി അവര് ഈ ലോകത്തിൽ കർത്താവിന്റെ വചനം ശക്തമായ രീതിയിൽ വളർന്ന് പന്തലിക്കുവാൻ ഇടയായി തീർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും സഹനങ്ങളും വേദനകളും ഞെരുക്കവും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും വചനം പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം ജനത്തിൽ നിന്ന് ലഭിച്ച ഉപദ്രവങ്ങളും ഏറെ അനുഭവിച്ച വ്യക്തിയാണ് പൗലോസ്ലീഹ. പക്ഷെ അദ്ദേഹം എന്തെങ്കിലും ദൈവത്തോട് പെറുപെറുത്തോ? എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന് മാറി ചിന്തിച്ചോ? ഒരിക്കലുമില്ല. അദ്ദേഹം ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. ഫിലിപ്പിയർ 1:29 പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കാനും അവൻ വരം തന്നിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അതുപോലെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്തിനു വേർപ്പെടുത്താൻ പറ്റും? കഷ്ടതയോ ആപത്തോ വാളോ ഒന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ ഗീവർഗീസ് സഹദായുടെ ജീവിതം 7.5 വർഷ കാലഘട്ടം കൊടിയ പീഡകളിലൂടെ, അതായത് ഒരു മനുഷ്യന് എത്രമേൽ വേദനകൾ സമ്മാനിക്കാൻ പറ്റുമോ അത്രമേൽ വേദനകൾ സമ്മാനിച്ച ഒരു സമ്മാനമായിട്ട് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ഗീവർഗീസ് സഹദ. അങ്ങനെ വിശുദ്ധരുടെ എല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കിക്കോ, സഹനത്തിന്റെ തീക്കനലിലൂടെ നടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. പക്ഷെ അവരാരും ദൈവത്തെ ഉപേക്ഷിച്ചില്ല. കാരണം വചനം ഹൃദയത്തിൽ നല്ല നിലമായിട്ട് ഒരുക്കി അവര് വചനത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് 30ഉം 60ഉം 100ഉം മേനിയായിട്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള ജീവിതം സന്തോഷമുള്ളതാണ്, സമാധാനമുള്ളതാണ്, ആനന്ദമുള്ളതാണ്. അത് മാത്രമല്ല, നിത്യതയിലേക്ക് കൈപിടിച്ച് കർത്താവ് നമ്മളെ നടത്തുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല എന്നെല്ലാം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ ലോക ജീവിതത്തിൽ യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു അനുഭവിച്ചതായ കാൽവറിയുടെ അനുഭവങ്ങൾ അതേ തോതിലാവണമെന്നൊന്നുമില്ല. ചിലർക്ക് അതേ തോതിൽ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു തോതെങ്കിലും ആർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ
മറ്റുള്ളവരുടെ കുത്തുവാക്കുകളായിരിക്കാം, നിന്ദനങ്ങളായിരിക്കാം, പരിഹാസങ്ങളായിരിക്കാം, രോഗപീഠകളായിരിക്കാം, സാമ്പത്തിക തകർച്ചയായിരിക്കാം, മക്കൾ തകർന്നു പോകുന്നത് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം. ഇങ്ങനെയുള്ള കഷ്ടതകൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അന്ന് ഇയ്യോബിനെ പോലെ നമുക്കും പറയാൻ കഴിയണം, ദൈവം തന്നു, ദൈവം എടുത്ത്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ വചനം ഹൃദയത്തിൽ നല്ല നിലമായിട്ട് ഒരുക്കി നമ്മൾ സ്വീകരിക്കണം. ഇത് പാറപ്പുറത്ത് വീണതിന് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സഹനമോ ഒരു കഷ്ടതയോ ഒരു ഞെരുക്കമോ വന്നു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ യേശുവിനെ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ, ലോകത്തിന്റെ വഴികളിലൂടെ ചരിക്കുന്നവരായിട്ട് മാറ്റപ്പെടും. പിന്നീട് മൂന്നാമത് യേശു പറയുകയാണ്, ഒരുത്തൻ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നത് ആകുന്നു. അനന്യാസ് സഫീറ ദമ്പതികളെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹം വലിയ ഭയത്തോടുകൂടെ അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കുകയും പിന്നീട് അവരൊരു വ്യാജം കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ വചനം പ്രത്യേകിച്ച് പെന്തിക്കോസ്തിക്ക് ശേഷം ശക്തമായ രീതിയിൽ ചുറ്റുപാടുകളിലേക്ക് വചനം ചെല്ലാൻ തുടങ്ങിയതോടുകൂടെ ജനമെല്ലാം ഹൃദയത്തിൽ കുത്തുകൊണ്ട് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാനായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിശ്വസിച്ച് സഭയിലേക്ക് ചേർന്നവരെല്ലാം തങ്ങൾക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരെ, അതായത് അന്നത്തെ സഭയെ ഏൽപ്പിക്കുകയും ഈ സഭ എല്ലാവർക്കും തുല്യമായിട്ട് അത് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് സമത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരാള് വലിയ ധനികനും ഒരാള് പട്ടിണിപ്പാവുമായി ജീവിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ സ്വപ്നം, ആ സ്വപ്നം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറവേറ്റിയിരുന്നു. അങ്ങനെ വലിയ എല്ലാം വിറ്റ് എന്ത് ചെയ്യും? അവരത് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ വെക്കും. അത് എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കും. അങ്ങനെ അനന്യാസ് സഫീറ അവർക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു വിഹിതം അവര് മാറ്റിവെച്ചിട്ട് അനന്യാസ് അപ്പോസ്തലനായ പത്രോസിന്റെ അടുക്കൽ ഇത് ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോയി കൊടുക്കുമ്പോ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പത്രോസിനോട് ചോദിക്കാൻ പറഞ്ഞു, നീ ഇത്രയ്ക്കാണോ സ്ഥലം വിറ്റത്? അപ്പോ അനന്യാസ് അവിടെ നുണ പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ്. പിന്നീട് ഭാര്യ സഫീറ ഇതൊന്നും അറിയാതെ വന്ന് അവൾ ചോദിക്കുകയാണ്, അവളോടും പത്രോസ്ലീഹ ചോദിക്കുകയാണ്, ഇത്ര വിലയ്ക്കാണോ നിങ്ങൾ സ്ഥലം വിറ്റത്? അവളും ഭർത്താവുമായി പറഞ്ഞെത്ത അതേ വ്യാജം തന്നെ പറയുമ്പോൾ അവൾ അവിടെ മരിച്ചു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരാണെങ്കിലും ഈ ലോകത്തോടുള്ള സ്നേഹവും ജഡത്തോടുള്ള താല്പര്യവും കൊണ്ട് നിറഞ്ഞ മനുഷ്യരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനം ഫലം പുറപ്പെടുവിക്കുകയില്ല. യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന് വലിയ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് യൂദാസ്. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നതിന് സാക്ഷ്യം നിന്ന മനുഷ്യനാണ് യൂദാസ്. യേശുവിന്റെ വചനങ്ങൾ ഒത്തിരി കേട്ട മനുഷ്യനാണ് യൂദാസ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? യേശുവിനോട് കൂടെ തന്നെ ലോകത്തെയും പണത്തെയും ലോകമോഹങ്ങളെയും ഒക്കെ താലോലിക്കാനും സ്നേഹിക്കാനും പരിശ്രമിച്ചു. അവസാനം എന്താ സംഭവിക്കുന്നത്? അവസാനം തന്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് അവസാനം എന്താ സംഭവിക്കുന്നത്? സ്വന്തം ജീവിത നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് പിശാചിന്റെ കെണിയിൽ അകപ്പെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കുടലെല്ലാം ഈ കെട്ടിഞ്ഞാന്ന് ചത്തുകൊണ്ട് കയറ് പൊട്ടി താഴെ വീണതായിരിക്കാം, പാറപ്പുറത്തോ വല്ല വീണ് അവസാനം ശരീരം മുഴുവനും ചിതറി കുടലെല്ലാം പുറത്ത് വന്ന് വളരെ ദാരുണമായ ഒരു അന്ത്യം ആർക്കുണ്ടാവുകയാണ്? യൂദാസിന് ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെടുന്ന രീതിയിൽ, അതായത് യേശുവും വേണം, ലോകവും വേണം, ഈ ജഡത്തിന്റെ ആഗ്രഹങ്ങളും വേണം, യേശു വേണം, വചനം വേണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് യേശു വളരെ വ്യക്തമായിട്ട് ശക്തമായി സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരുത്തിന് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. അതായത് 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റില്ല. യേശു എന്നിട്ട് പറയുന്നുണ്ട്,
ഏതെങ്കിലും ഒരുത്തനെ തള്ളിക്കളഞ്ഞ് മറ്റൊരുത്തനെ സ്വീകരിക്കുമെന്ന് പറയുന്നു. യൂദാസിന് അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം, താല്പര്യത്തോടുകൂടെ ആയിരിക്കണം. അത് മാത്രമല്ല, യേശു ക്രിസ്തു പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. അതുകൊണ്ട് ഇത് സഹനത്തിന്റെ ജീവിതമാണ്. വേദനകളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, ലോക മനുഷ്യർ പല വിധത്തിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ തളർന്നു പോകരുത്. കാരണം വചനം നല്ല രീതിയിൽ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, അത് മാത്രമല്ല, പിന്നെ ലോകമോഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വചനം സ്വീകരിച്ചു പോയാൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. എത്രയോ വർഷങ്ങളായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മുടെ തന്നെ കുറവും, നമ്മുടെ ഒരുക്കക്കുറവും, നമ്മുടെ സമർപ്പണമില്ലായ്മയും കൊണ്ടാണ്. ദൈവം ഒന്നും ചെയ്യാഞ്ഞിട്ടില്ല. ദൈവം വചനം സമൃദ്ധമായിട്ട് ഇന്നും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് വേണ്ട വിധത്തിൽ കൈക്കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നല്ല ഹൃദയത്തിൽ വീഴുമ്പോൾ 30, 60, 100 മേനിയായി അത് ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നല്ല ഹൃദയത്തോടെ സ്വീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അതിനുള്ള ഒരു കൃപ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അന്തോണിയോസിന്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു പഠിക്കുമ്പോൾ അന്തോണിയോസ് വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിക്കുന്നു. ഒരു സഹോദരിയാണ് ഉള്ളത്. ഒരിക്കൽ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോൾ ഏവങ്കേലിയോൻ കേട്ടതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. വിശുദ്ധ മത്തായി 19-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഒരു ധനികൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് പറഞ്ഞു, കൽപ്പനകളെല്ലാം പാലിക്കണം. അപ്പൊ അതിന് മറുപടി അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്. യേശു വീണ്ടും പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, ആ കുറവ് പരിഹരിച്ച് എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യൻ ദുഃഖത്തോടെ പോയി എന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ്. കാരണം അവൻ വലിയ ധനികനായിരുന്നു. സമ്പത്തെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ അവനതിന് സാധിക്കുന്നില്ല. അപ്പൊ ഈ വചനം ഒരു ചാട്ടുളി പോലെ അന്തോണിയോസിന്റെ ഹൃദയത്തിൽ കൊള്ളുകയും അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നതായിട്ട് മനസ്സിലാക്കി അദ്ദേഹം സ്വന്തം സഹോദരിക്ക് വേണ്ടി കുറച്ച് മാറ്റിവെച്ച് ബാക്കിയുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്ത് മരുഭൂമിയിൽ പോയിരുന്ന് ധ്യാനിച്ച് വചനം പഠിച്ച് പിന്നീട് അനേക ദേശങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് നടന്ന് ഇന്നും അദ്ദേഹത്തിന്റെ നാവ് അഴുകിയിട്ടില്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പ്രഘോഷിച്ച നാവായതുകൊണ്ട് അത് അഴുകാതെ എന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്തോണിയോസിനെ പോലെ വചനം കേൾക്കുന്നവരാകാം, കന്യകമറിയാമിനെ പോലെ വചനം സ്വീകരിക്കുന്നവരാകാം. അടുത്തതായി 24 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇതിനും കർത്താവ് വ്യാഖ്യാനം തരുന്നുണ്ട്. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 24-30. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയിക്കളഞ്ഞു. ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനെ അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്തെ ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഈ ഉപമയും ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അവർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇത് ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് വ്യാഖ്യാനിച്ചു തരണമെന്ന് യേശുവിനോട് അവര് ചോദിക്കുകയാണ്. 36 മുതലുള്ള വാക്യങ്ങളിൽ യേശു അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. 36 മുതൽ 43 വരെയുള്ള വാക്യം. അവിടെ യേശു പറയുകയാണ്, നല്ല വിത്ത് വിതച്ച ആള് എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ, അതായത് യേശുവാണ്. പിന്നീട് പറയുകയാണ്, വയൽ ലോകമാണ്, ഈ ലോകമാണ്.
നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്, കള ദുഷ്ടന്റെ പുത്രന്മാരാണ്, അതായത് സാത്താന്റെ പുത്രന്മാരാണ്. അത് വിതച്ചത് പിശാചാണ്. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, അതായത് മാലാകന്മാർ. കള കൂട്ടി തീയിൽ ഇടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ച വ്യക്തി യേശുവാണ്. അതിന്റെ കൂടെ തന്നെ രാത്രി ആര് വരികയാണ്? സാത്താൻ വന്ന് കള വിതയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലതാ ദൈവം നട്ടത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ലവരല്ലായിരുന്നു, എത്രയോ നല്ല വിശുദ്ധരായിരുന്നു കുഞ്ഞുങ്ങളായിരുന്നപ്പോ. പക്ഷെ വളർന്നു വന്ന കാലഘട്ടത്തിൽ കർത്താവിൽ നിന്നൊക്കെ നമ്മൾ തെന്നി മാറി ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? സാത്താൻ വന്ന് ചില കളകൾ, അതുപോലെ ചില തിന്മകൾ, ചില ദുശീലങ്ങൾ, ചില അടിമത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഒരു രസത്തിന് ഒന്ന് കൂട്ടുകാരന്റെ കൂടെ ഒരു പഫ് വലിച്ചതാണ്, പക്ഷെ ഇന്ന് ഒരു 10 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കും. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ കൂടെ വെറുതെ ഒരു രസത്തിന് മദ്യപിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇന്ന് 2 കുപ്പി വെള്ളം അടിച്ച് രാത്രി വീട്ടുകാരെ എല്ലാം അടിച്ച് തെറി വിളിച്ചും അവസാനം ഒരു ബോധമില്ലാതെ കടന്നുറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക്, അടിമത്വത്തിലേക്ക് വീണുപോയിരിക്കുക. പക്ഷെ ഇങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത്? ഇങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്. നിഷ്കളങ്കരായി, നല്ലവരായി, നന്മയുള്ളവരായി ഒക്കെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഈ ദുഷ്ടൻ വിതയ്ക്കുന്ന ആ കളകൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മനുഷ്യരായി പലപ്പോഴും മാറ്റപ്പെട്ടു. അത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഈ കളകൾ ഇങ്ങനെ കർത്താവ് പറയുകയാണ്, ഈ നല്ല വിത്തിൽ നിന്നുണ്ടായ നല്ല മുളകളും, അതുപോലെ തന്നെ ഈ ദുഷ്ടൻ വിതച്ച വിത്തിൽ നിന്നുണ്ടായ മുളകളും അല്ലെങ്കിൽ തൈകളും. അപ്പൊ അത് മാലാഖമാർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ ആ കളകൾ പറിച്ച് ഞങ്ങള് നല്ല വിത്ത് സംരക്ഷിക്കട്ടെ, അല്ലെങ്കിൽ നല്ല തൈകളെ സംരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ യേശു അതിന് സമ്മതിക്കുന്നില്ല. അതായത് ലോകാവസാനത്തോളം നിൽക്കട്ടെ എന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അത് കൊയ്ത്ത് വരെയും നിൽക്കട്ടെ. കൊയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? നല്ലതും ചീത്തയും നമുക്ക് വേർതിരിച്ച്, നല്ലത് എൻ്റെ കളപ്പുരയിലേക്കും ചീത്തത് തീക്കുണ്ടത്തിലേക്കും വലിച്ചെറിയാമെന്ന് യേശു ഈ ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നല്ലതും ചീത്തയും ഈ ലോകം നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ, എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ട്, എന്തുകൊണ്ട് ഈ ലോകം ഇങ്ങനെ? ദൈവം എന്തുകൊണ്ടാണ് ഈ ഇത്രമേൽ തിന്മയിലും മ്ലേച്ഛതയിലും അകൃത്യത്തിലും പാപത്തിലും ഒഴുകി ജീവിക്കുന്നവരെ എന്താ ദൈവം നശിപ്പിക്കാത്തെ? ദൈവത്തിന് എന്തിനു കഴിവില്ലേ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഇങ്ങനെ ശക്തിപ്പെടുന്നത്? ഈ മതവാദികളും അല്ലെങ്കിൽ തീവ്ര ചിന്താഗതി ഉള്ളവരും എന്നിട്ട് ബാക്കിയുള്ളവർ ഉപദ്രവിക്കുന്നവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രബലപ്പെടുന്നത്? പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം ഉത്തരമാണ് ഈ ഉപമ. കർത്താവ് പറയുന്നുണ്ട്, ലോകാവസാനത്തിൽ ആണ് ഇതിനെല്ലാം എന്ത് ലഭിക്കുക? ഇതിനുള്ള പ്രതിഫലം ലഭിക്കുക. അതുകൊണ്ട് പലപ്പോഴും ഈ മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ ചേർന്ന് ഹൃദയത്തിൽ ഒരു കൂട്ട് ചേർന്ന് പള്ളി വെച്ചോ അല്ലെങ്കിൽ എപ്പോഴോ ഏതോ ഒരു കൂട്ടായ്മയിലോ അവര് ഇങ്ങനെ പറയുകയാണ്, വെറുതെയാണ് ദൈവത്തെ സേവിക്കുന്നതും സേവിച്ച് ജീവിക്കുന്നത്. കാരണം അങ്ങനെ ജീവിച്ചിട്ടും ഈ ദൈവത്തെ സേവിക്കാതെയും ദൈവത്തെ ആരാധിക്കാതെയും ദൈവം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ജീവിക്കുകയും ചെയ്തിട്ടും അവര് നല്ല സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വേദനപ്പെടുന്ന ആളുകളെ മാലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിട്ട് അവിടെ ദൈവം തന്നെ മാലാഖി പ്രവാചകനിലൂടെ ഈ ജനത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാലാഖി 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും എടുത്ത് വായിക്കാമോ? മാലാഖി 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. മാലാഖി എടുക്കാൻ എളുപ്പമാണ്, വിശുദ്ധ മത്തായിയുടെ നേരെ തൊട്ട് മുമ്പിലാണ്. 3-ാം അധ്യായം 3:17. ഞാൻ ഉണ്ടാകുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക്
ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. കണ്ടോ, ഇങ്ങനെ സംസാരിച്ചവരോട് ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാള് വരും, എന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു നാള് വരും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തെ സേവിക്കുന്നതും ആയ മനുഷ്യനും അതുപോലെ ദൈവത്തെ ധിക്കരിച്ചും ഈ ലോകമോഹങ്ങൾക്കനുസരിച്ച് ദുഷ്ടന്റെ അല്ലെങ്കിൽ പിശാചിന്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് മനസ്സിലാവില്ല, എന്ന് മനസ്സിലാവും. യേശു തന്റെ രാജ്യം ഈ ലോകത്ത് സ്ഥാപിച്ച് രണ്ടാമത് അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വേർതിരിവ് ഉണ്ടാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു വളരെ വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ രണ്ടാമത്തെ വരവിന് ശേഷം ആബാലവൃദ്ധം മരിച്ചുപോയ എല്ലാവരും പുനരുദ്ധാനം ചെയ്യുകയും അവരെ രണ്ടായിട്ട് നിർത്തും. അതായത് ഇടത്തും നിർത്തും വലത്തും നിർത്തും. എന്നിട്ട് ഇടത്തുള്ളവരോടും വലത്തുള്ളവരോടും പറയുന്നതിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം എത്രയോ ഇടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതാണ്, അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴോ എപ്പോഴും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോടെ നീതി ചെയ്ത് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവിന്റെ വചനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കണം. കാരണം ഇതിനെല്ലാം പ്രതിഫലം തരാൻ വേണ്ടി കർത്താവ് രണ്ടാമത് വരും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണ്? നീതിമാൻ ഇനിയും തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, പാപി ഇനിയും പാപത്തിൽ തന്നെ ജീവിക്കട്ടെ, അശുദ്ധൻ ഇനിയും അശുദ്ധിയിൽ മുഴുകി ജീവിക്കട്ടെ. ഇതാ ഞാൻ എൻ്റെ പ്രതിഫലവുമായി വേഗം വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം, വേദപുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നീതിയുള്ളവരായി, നന്മയുള്ളവരായി, വിശുദ്ധരായി ജീവിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണം. ദൈവാത്മാവിന് ശരണപ്പെട്ട് ജീവിക്കണം. ദുഷ്ടൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വിതച്ചിട്ടുള്ള കളകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ സ്വയം പറിച്ചു കളയണം. അതായത് പുറമേ നിന്ന് വന്ന് പറിച്ചു കളയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കുംഭസാരത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം, ഓരോ കണകളെല്ലാം പറിച്ച് ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? കർത്താവായ യേശുവേ, ഈ കളകളെല്ലാം അങ്ങ് കണ്ടല്ലോ, ഇതെല്ലാം പിഴുതെടുത്ത് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ദുഷ്ടൻ വിതച്ചതാണ്, ഇതെല്ലാം അങ്ങ് എടുത്ത് തീയിൽ പുഴയിട്ട് കത്തിച്ച് കളഞ്ഞ് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നല്ല വചനങ്ങൾ വിതച്ച് നല്ല 30, 60, 100 മേനി പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിച്ച വിശുദ്ധന്മാരെ പോലെ എൻ്റെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കണമേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കർത്താവ് പറഞ്ഞ ഈ ഉപമയിലെ നല്ല നിലമായി, നല്ല വിത്ത് വിതച്ച സ്ഥലമായി രൂപാന്തരപ്പെടുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയും. അത് മാത്രമല്ല, ഇങ്ങനെയാണ് പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പിന്നീട് പറയുന്നു, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചെവിയില്ലാത്തവരാണോ മനുഷ്യരെ? യേശു ഇത് പറയുമ്പോ ചെവിയില്ലാത്ത ആളുകളായിരുന്നോ? അല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെവി ഉണ്ടായത് കൊണ്ടല്ല എല്ലാവരും കേൾക്കാറുണ്ടോ? ഇല്ല. ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർ, ദാഹമുള്ളവർ, വിശ്വാസമുള്ളവർ കേട്ട് ഇത് അംഗീകരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി നന്നായിട്ട് ജീവിക്കട്ടെ എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ജീവിതത്തിന്റെ ഉടമകളായി തീരുവാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് യേശു മറ്റൊരു ഉപമ പറയുകയാണ്. മൂന്നാമത്തെ ഉപമ വിശുദ്ധ മത്തായി 13-ന്റെ 31, 32 വായിക്കാമോ? വാക്യം. മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു.
നാലാമത്തെ അവൻ ഉപമയും കൂടെ വായിച്ചു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. കണ്ടോ ഉപമ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ രാജ്യം, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് അത് വളരെ സ്ലോയിലാണ് വളരുന്നത്. അതായത് ആത്മീയ ജീവിതം അത് വളരുന്നത് വളരെ വളരെ ചെറിയ തോതിലാണ് വളർന്നു വരുന്നത്. ഇപ്പോ യേശു 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. യേശുവിന് വേണമെങ്കിൽ ലോകം മുഴുവനും നടന്ന് പ്രസംഗിക്കാനുള്ള കഴിവും ശക്തിയും യേശുവിനുണ്ടായിരുന്നു. പക്ഷെ യേശു അത് ചെയ്തില്ല. 12 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. എന്നിട്ട് അവരെ പഠിപ്പിച്ചു, അവരെ അഭിഷേകം ചെയ്തു. പിന്നീട് യേശു ഇസ്രായേൽ വിട്ടുപോകാതെ സ്വന്തം കുലത്തിലുള്ളവരോട് മാത്രം യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ വചനം നല്ല നിലത്ത് വീണ് ആ വീണവർ അതിന്റെ ഫലം പുറത്തേക്ക് പുറപ്പെടുവിച്ച് ലോകവ്യാപകമായി തന്നെ ഈ വചനം പ്രഘോഷിക്കപ്പെട്ട് അനേകർ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കോടിക്കണക്കിന് ആളുകൾ കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പതുക്കെയാണ് വളരുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആത്മീയരായിട്ടൊന്നും രൂപാന്തരപ്പെടില്ല. എന്നാൽ നമ്മൾ വളരെ വളരെ പതുക്കെ വളർന്ന് പരിമല തിരുമേനിയെ പോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗീവർഗീസാദായെ പോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഉള്ള തീക്ഷ്ണതയോ ഭക്തിയോ അല്ല, ഇവരുടെ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ അവർ അത്രമേൽ ആത്മാവിൽ ജ്വലിച്ച വ്യക്തികളായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ച അത് പതിയെയാണ്. അത് ഇപ്പൊ ഇവിടെ പറയുകയാണ്, അവന് മറ്റൊരു ഉപമ പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. നമുക്കറിയാം, പുളിക്കാത്ത മാവിലേക്ക് പുളിച്ച മാവ് ചേർത്തിട്ടാണ് നമ്മളൊക്കെ അപ്പം ഉണ്ടാക്കുന്നത്. അത് രാവിലെ അരി അരച്ച് രാവിലെ പുളിച്ച മാവ് ഉണ്ടാക്കി പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കാറില്ല. കാരണം അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പുളിക്കാറില്ല. തലേ ദിവസം എന്ത് ചെയ്യും? അരി അരച്ച് മാവ് ഉണ്ടാക്കി എന്നിട്ട് പുളിച്ച മാവ് കൂടെ ഇതിന്റെ കൂടെ ചേർക്കും. ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ അത് ഈസ്റ്റ് അങ്ങനെയുള്ള മറ്റ് കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ പണ്ടുള്ള കാലത്ത് പഴയ മാവിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് ഇതിനകത്ത് ഇട്ട് വെക്കും. പിറ്റേ ദിവസം രാവിലത്തേക്ക് ഇതെല്ലാം പുളിച്ച് പൊങ്ങും. ഇതേപോലെയാണ് ദൈവരാജ്യത്തിന്റെ വളർച്ച. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. അതായത് ഒരു വേദപുസ്തക അധ്യായം വായിച്ച് പഠിക്കുക. ഓരോ ദിവസവും നമ്മൾ ഓരോ അധ്യായം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ പ്രവൃത്തിയാണ് നടക്കുന്നത്. ഓരോ തവണ ഓരോ ആഴ്ചയും നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ ഈ പ്രവൃത്തിയാണ് നടക്കുന്നത്. അതായത് പുളിപ്പ് നിക്ഷേപിക്കപ്പെടുകയാണ്. അതിങ്ങനെ പതിയെ നമ്മുടെ ശരീരം ആസകലം, മനസ്സാസകലം, ആത്മാവ് ആസകലം ഈ വചനം വ്യാപിച്ച് നമ്മളും ഒരു മാരക വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. വചനം വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അതുപോലെ ദൈവരാജ്യത്തിന്റെ വളർച്ച ഇങ്ങനെയാണ്. അതുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഓരോ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മക്കളുടെ ഉള്ളിൽ ഇത് പുളിച്ച മാവ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? എല്ലാം പുളിക്കുന്നത് പോലെ തന്നെ ഈ മക്കള് ഇങ്ങനെ ചെറുപ്പം മുതലേ വചനം കേട്ട് ദൈവരാജ്യത്തിൽ വളർന്ന് വലിയ വിശുദ്ധരായിട്ട് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കർത്താവിന്റെ 2 ഉപമയും, കടുകുമണി വളരെ ചെറുതാണ്, പക്ഷെ അതിനെപ്പറ്റി പറയുന്നു. അത് ഈ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് വലിയ തൈയൊക്കെ ആവുമെന്ന്. പക്ഷെ നമുക്കറിയാം അത്ര വലിയ തൈയൊന്നും ആവില്ല, ചെറിയൊരു തൈയായിട്ട് അത് മാറും. പിന്നീട് അതിന്ന് കടുക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ്? വളരെ നിസ്സാരം ചെറിയ ഒരു മണൽത്തരി പോലെയുള്ള ഒരു വസ്തുവിൽ നിന്നാണ് അത്രമേൽ ഒരു തൈ രൂപാന്തരപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് വചനം നന്നായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വളർച്ച, ദൈവരാജ്യത്തിന്റെ ഒരു വ്യാപനം ഉണ്ടാകുമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. പിന്നീട് 44 വാക്യം, അവിടെ യേശുതമ്പുരാൻ 5-ാമത്തെ ഉപമ പറയുന്നു. 45-ഉം 46-ഉം അവിടെ 6-ാമത്തെ ഉപമ പറയുന്നു. അതൊന്ന് വായിക്കാമോ? 45-ഉം 46 വരെ വായിക്കാം. സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. 4-ാമത്തെ വാക്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം.
അതൊരു മനുഷ്യൻ കണ്ടു മറിച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം. ഈ രണ്ട് ഉപമകളിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, സ്വർഗരാജ്യം അത് അന്വേഷിക്കുന്നവനും അത് ആഗ്രഹിക്കുന്നവനും മാത്രമേ സ്വന്തമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവ് പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. ചുങ്കക്കാരൻ സക്കായി ഇങ്ങനെ ചെയ്തൊരു മനുഷ്യനാണ്. അതായത് ലോകത്തിന്റെ സമ്പാദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇനിയും അതിനുള്ള സാധ്യത നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു യു ടേൺ എടുക്കുകയാണ്. അന്ന് വരെ എന്തിനു വേണ്ടി പരക്കം പാഞ്ഞ് ജീവിച്ചോ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശുവേ, ഞാൻ ആരോടെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടിയായിട്ട് ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. അതോടൊപ്പം തന്നെ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുത്തുകൊള്ളാം. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. സ്വർഗരാജ്യം കണ്ടെത്തി ഈ മനുഷ്യൻ. വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി അത് കണ്ടെത്തി, തനിക്കുള്ളതെല്ലാം വിറ്റ് കണ്ടെത്തിയ മനുഷ്യനാണ് സക്കായി. പിന്നീട് സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. അതായത് യേശുവിന്റെ വചനം കേട്ട് ഒത്തിരി മനുഷ്യർ യേശുവിലേക്ക് അടുത്തു വന്നു. അപ്പോസ്തലന്മാർ ഏറ്റവും നല്ല ഉദാഹരണം. അവര് യേശുവിൽ വിശ്വസിച്ച് തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിറങ്ങി. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് തനിക്കുള്ളത് തന്റെ പിതൃദേശമെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ്. അതായത് നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യമാകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സ്വർഗരാജ്യം കണ്ടെത്താനായിട്ട് നമുക്കുള്ളതൊക്കെ ത്യജിക്കേണ്ടത് വരും. അതായത് ലോകമോഹങ്ങൾ, ജഡീകമോഹങ്ങൾ, പിന്നെ നമ്മുടേതായ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ, അതായത് വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം, വൈരാഗ്യം, അങ്ങനെയുള്ള തിന്മകൾ, ജഡീക തിന്മകൾ, ഇതെല്ലാം ഉപേക്ഷിച്ച് ഏതിലേക്ക് പോകണം? ഇത് കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ സ്വർഗരാജ്യം കണ്ടെത്താൻ കഴിയുമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. പിന്നീട് 47 മുതൽ 50 വരെ വായിക്കാമോ? 47 മുതൽ 50 വരെ. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശു ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അഭിഷിക്തനെ ഉയർത്തുകയോ ഒരു അൽമായനെ ഉയർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ദൈവം കൽപ്പന കൊടുക്കുന്നില്ല. അതായത് വിശുദ്ധരെ മാത്രം കണ്ടെത്തി അവരോട് വചനം പറയണമെന്ന് പറയാറുണ്ടോ? ഇല്ല. എല്ലാവരോടും വചനം ലോകമാസകലും ഒക്കെയും പോയി വചനം പ്രഘോഷിക്കുക എന്നുള്ള ചുമതലയാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ലോകമാസകലം പോയി നല്ല മനുഷ്യരെ നോക്കിയിട്ടൊന്നുമല്ല വചനം പറയുന്നത്. എല്ലാവരോടും വചനം പറയുകയാണ്. അതാണ് യേശു പറയുന്ന സ്വർഗരാജ്യം കടലിൽ ഇടുന്ന എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. അപ്പോ ഈ വചനം എല്ലാവരോടും പറയാനായിട്ട് കൽപ്പന കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നില്ല. സ്വീകരിച്ചവരെല്ലാം കർത്താവ് എന്ത് ചെയ്യാണ്? സ്വീകരിച്ചതെല്ലാം ഇരുന്ന് കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത സ്വീകരിക്കാത്തതെല്ലാം എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് പറയുകയാണ്. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെതായി ജീവിച്ചാൽ കർത്താവ് നല്ല പാത്രത്തിൽ മാറ്റിവെക്കുന്നത് പോലെയുള്ളൊരു അനുഭവം ഉണ്ടാകും. ഇല്ലെങ്കിൽ നേരെ തീച്ചൂളയിൽ എറിഞ്ഞു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. പിന്നീട് യേശു തമ്പുരാൻ 53 മുതലുള്ള വാക്യങ്ങൾ ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? അതായത് യേശു തന്റെ പിതൃദേശത്ത് ചെന്നതിന് ശേഷം അവിടെ
ഒരു സിനഗോഗിൽ ചെന്ന്, അതായത് ഒരു ശാബത ദിവസമായതുകൊണ്ട്, ഒരു ശനിയാഴ്ച ദിവസമായതുകൊണ്ട് വളരെ വെളുപ്പിന് തന്നെ ഒരുങ്ങി ദൈവാരാധനയ്ക്കായിട്ട് അദ്ദേഹം പതിവ് പോലെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി വെക്കുന്നുണ്ട്, തന്റെ പതിവ് പോലെ, അതായത് എല്ലാ ശാബത ദിവസവും യേശു ദേവാലയത്തിൽ ആണ്, യെരൂശലേം ദേവാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനഗോഗിലോ ആണ് അവിടെയുള്ള ഈ യഹൂദ മര്യാദ പ്രകാരമുള്ള ശാബത് ആചരണം നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ശാബത്തിൽ ചെന്ന് യേശു അവിടെ എഴുന്നേറ്റ് നിന്ന് സിനഗോഗ് അധികാരി വായിക്കാൻ, അതായത് പഴയ നിയമഗ്രന്ഥം വായിക്കാൻ അനുവാദം കൊടുക്കും. അത് യേശു വായിച്ചു. എന്നിട്ട് യേശു അതിനെ പറ്റി വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഈ ജനമെല്ലാം വിസ്മയിക്കുകയാണ്. ഇവന് എങ്ങനെയാണ് ഈ ജ്ഞാനം കിട്ടിയത്? ഇവൻ അച്ഛന്റെ മകൻ യൗസേപ്പിന്റെ മകനല്ലേ? മറിയയുടെ മകനല്ലേ? ഇവൻ മരപ്പണിക്കാരനല്ലേ? ഇവൻ എങ്ങനെയാണ് ഈ ഇത്രമേൽ ജ്ഞാനം കിട്ടിയതെന്ന് പറഞ്ഞ് യേശുവിൽ ഇടറിപ്പോവുകയാണ്, യേശുവിൽ അവിശ്വസിക്കുകയാണ്. അവസാനം എന്താ പറ്റുന്നതെന്ന് അറിയാമോ? അവരുടെ 58-ാമത്തെ വാക്യം, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. അതായത് യേശുവിനൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ ഇടവകയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ എന്ത് വേണം? അവിടെ വിശ്വാസം വേണം. എബ്രായർ 11:6, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വസിക്കണം. വിശ്വാസം ഇല്ലാത്തടത്ത് ഒരു ദൈവപ്രവൃത്തിയും നടക്കില്ല. അങ്ങനെ ഒരു എൻഡിങ്ങോടുകൂടെ ഈ 13-ാം അധ്യായം അവസാനിക്കുകയാണ്. 7 ഉപമകളാണ് പറഞ്ഞത്. പിന്നീട് യേശു തമ്പുരാന്റെ പിതൃദേശത്ത് ചെല്ലുമ്പോൾ അവരുടെ അവിശ്വാസം നിമിത്തം ഉണ്ടാകുന്ന യേശുവിനൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ പൂച്ചുവിലങ്ങ് ഇടുന്ന ഒരു സാഹചര്യം, യേശുവിനൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുകയാണ്. യേശുവിന് ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം വിശ്വാസമില്ലായ്മയാണ്. അതോടുകൂടി ഈ അധ്യായം അവസാനിക്കുന്നു. പിന്നീട് 44-ാമത്തെ സങ്കീർത്തനം എടുക്കാമോ? 44-ാം സങ്കീർത്തനം, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു, ഇവരെ പരക്കുമാറാക്കി. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ദൈവമേ, നീ എന്റെ അതായത് കോരഹ പുത്രന്മാരുടെ ഒരു ധ്യാനം എന്ന് പറഞ്ഞാണ് ഈ ഭാഗത്തെ നമുക്ക് അതിന്റെ ഹെഡിങ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടത് എഴുതിയത് കോരഹ പുത്രന്മാരാണ്, കോരഹിന്റെ മക്കളാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. അതായത് ദേവാലയത്തിലെ സംഗീതം അതിന്റെ ചുമതല വഹിക്കുന്നവരാ, അതിലെ ഒരു ഗണമായിരുന്നു കോരഹും അദ്ദേഹത്തിന്റെ പുത്രന്മാരും. അവര് എഴുതി വെക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. ഒരു പക്ഷേ 2-3 സാഹചര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദാവീദിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഏദോമിരോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സിറിയക്കാരുടെയൊക്കെ ഉപദ്രവം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയതാണെന്ന് പറയുന്നുണ്ട്. മക്കാബായരുടെ കാലഘട്ടത്തിൽ അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന വലിയ ക്രൂരനായ രാജാവിൽ നിന്ന് ഉപദ്രവം ഉണ്ടായ കാലഘട്ടത്തിൽ എഴുതിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല 2-3 വ്യാഖ്യാനങ്ങൾ ഇതിനെ പറ്റിയുണ്ട്. പക്ഷെ കൃത്യമായി ഏത് സാഹചര്യത്തിലാണെന്ന് ഇതുവരെയും വേദപണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടില്ല. 2-3 അനുമാനങ്ങളിൽ മാത്രം എത്തി നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ്: ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. അതായത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അതായത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നീ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ദൈവം വചനം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതിന് ശേഷം മോശയിലൂടെ പറഞ്ഞ കാര്യമാണ്. അതിലെ 1-ാമത്തെ കൽപ്പനയാണ് ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് കൽപ്പിച്ച വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പൂർവികർ എന്ത് ചെയ്തായിരുന്നു? അവരുടെ മക്കൾക്ക്
വചനം അല്ലെങ്കിൽ അവർക്ക് ദൈവം ചെയ്തു കൊടുത്ത നന്മ നിറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശ്വാസം അവരിലേക്ക് പകർന്നു കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നുവെന്ന് ഇവിടെ പറയുകയാണ്. രണ്ടാമത്തെ വാക്യം, നിന്റെ കൈകൾ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി, ഇവരെ നട്ടു, നീ വംശങ്ങളെ നശിപ്പിച്ചു, ഇവരെ പരക്കുമാറാക്കി. നമുക്കറിയാം, കാനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെയുള്ള വിജാതീയ ജനങ്ങളെ എല്ലാം കർത്താവ് പുറന്തള്ളിയതിനു ശേഷമാണ് ഇസ്രായേൽ ജനത്തെ അവിടെ നട്ടുപിടിപ്പിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നീ കൈകൊണ്ട് നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി, ഇവരെ നട്ടു, അതായത് ഞങ്ങളുടെ പിതാക്കന്മാരെ നട്ടു, നീ വംശങ്ങളെ നശിപ്പിച്ച് ഇവരെ പരക്കുമാറാക്കി. എന്നിട്ട് മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ആ ദേശത്തെ കീഴ്പ്പെടുത്താനും അവിടെ വസിക്കാനും ഇസ്രായേലിലെ ഇവരുടെ പൂർവികർക്ക് കഴിഞ്ഞു തന്ന ഈ പൂർവികരുടെ നാവിലൂടെ തന്നെ ഇവര് കേട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച പിതാക്കന്മാർക്ക് ദൈവം എന്നും അഭയമായിരുന്നു എന്ന് ഇവര് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളൊക്കെ എല്ലാം ആരോട് പറഞ്ഞു കൊടുക്കണം? മക്കളോട് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന്റെ കൽപ്പനയാണിത്. പറഞ്ഞു കൊടുക്കുമ്പോ എന്താണ്? കേൾവിയിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ എവിടുന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്? കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരപ്പൻ ഒരു മകനെയും മകളെയും ചേർത്തിരുത്തി, മക്കളെ, ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഇന്ന് കാണുന്ന മഹത്വമേറിയ ജീവിതമൊക്കെ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ ദൈവം, നമ്മുടെ അപ്പന്റെ കൂടെ ചേർന്ന് ജീവിച്ച്, പ്രാർത്ഥിച്ച് ജീവിച്ച്, നന്നായി ജീവിച്ച്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, നന്നായിട്ട് കുമ്പസാരിച്ച് അനുദപിച്ച് ജീവിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയതാണ് മക്കളെ എന്ന് പറഞ്ഞ് കുഞ്ഞു മക്കളുടെ ഹൃദയത്തിലേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോ അവർക്ക് ആ വഴിയിലൂടെ നടക്കാനുള്ള പ്രേരണയുണ്ടാകും. ഇന്ന് ഈ സങ്കീർത്തനം മുഴുവനും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഈ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവർക്ക് വലിയ തകർച്ചകളും പ്രയാസങ്ങളും സഹനങ്ങളും ഒക്കെ കടന്നു വരുന്നതിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല. ഈ പണ്ട് പൂർവികർ പറഞ്ഞു കൊടുത്ത ആ വിശ്വാസം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് പ്രത്യാശാപൂർവം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ സഹനത്തിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്, ഈ ഞെരുക്കത്തിൽ നിന്ന്, ഈ വലിയ പ്രയാസത്തിൽ നിന്ന്, ഈ കനൽ വഴിയിൽ നിന്ന് കരുണയോടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നതാണ് 9 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് കണ്ടെത്താനായിട്ട്. അവരുടെ തകർച്ചകളെ പറ്റി ആദ്യം പറയുന്നു. പിന്നീട് ഏറ്റവും അവസാനം ഇത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ ഉണരണമേ, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത്? ഞങ്ങൾ നിലത്തോളം കൂനിയിരിക്കുന്ന ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. അപ്പൊ ഇവർക്ക് എവിടുന്ന് ഈ പ്രത്യാശ വന്നത്? ഈ ദൈവം ഇറങ്ങി വന്ന് ഇവരെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം ഈ കോരഹപുത്രന്മാരുടെ ഹൃദയത്തിൽ എവിടുന്ന വന്നേ? കോരഹ് എന്ന അപ്പനും അവരുടെ പൂർവികരും പറഞ്ഞു കൊടുത്തത് എന്തായി? അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായിട്ട് ഇത് പരിണമിച്ചു. അതുകൊണ്ടാണ് വലിയ തകർച്ച. പിന്നീട് നിങ്ങൾ വീട്ടിൽ വെച്ച് വായിച്ചാൽ മതി. 9 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നുമില്ല, വൈരിയുടെ മുമ്പിൽ ഞങ്ങളെ പുറംകാട്ട് മാറാക്കുന്നു, ഞങ്ങളെ പകയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തകർച്ചകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ദൈവത്തിനെ വിരോധമായി ചിന്തിക്കുന്നില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല, മറിച്ച് പ്രത്യാശയോടെ അപ്പ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 44-ാം സങ്കീർത്തനം നമ്മുടെ മക്കളെ നല്ല വഴിയിൽ നടത്തണമെങ്കിൽ, ദൈവവിശ്വാസത്തിൽ അവരെ വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് ദൈവം തന്ന സൗഭാഗ്യങ്ങൾ, നന്മകൾ ഇതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കൊടുക്കാനും, വചനം പറഞ്ഞു കൊടുക്കാനും, അതുപോലെ പാപ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ലഭിക്കുന്ന കൃപകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം.
അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വിശ്വാസം പകർന്ന് കൊടുത്ത് അവരെ നല്ല അടിയുറച്ച വിശ്വാസികളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുക. ഈ കോരഹപുത്രന്മാര് ഈ തകർച്ചയുടെ നാളിൽ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവാശ്രയമുള്ളവരായി മാറ്റിയെടുക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ദൈവം തന്ന ദൈവിക കാര്യങ്ങളെല്ലാം ആരോട് പറയണം? നമ്മുടെ തലമുറകളോട് പറയണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ദൈവത്തെ പറ്റി പറയാൻ നമുക്ക് സമയമുണ്ടോ? നമുക്ക് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മുടെ നാട്ടുകാരുടെ കുറ്റം മുഴുവനും പറയാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും മെത്രാപ്പോലിത്തമാരുടെയും ബാവാതിരുമേനിയുടെ ഒക്കെ കുറവുകളും കുറ്റങ്ങൾ, അവരാരും കുറവില്ലാത്തവരല്ല, അതെല്ലാം പറയാനുള്ള സമയമുണ്ട്. പക്ഷേ ദൈവത്തെ പറ്റി പറയാൻ നമുക്ക് സമയമില്ല. യേശു ചെയ്ത അത്ഭുതത്തെ പറ്റിയോ യേശു പറഞ്ഞ വചനങ്ങളെ പറ്റിയോ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? യൂറോപ്പിൽ സംഭവിച്ചു. വലിയ അമ്പരചുംബികളായ ദേവാലയങ്ങളിൽ ഇന്ന് വളരെ വൃദ്ധരായ ആളുകൾ മാത്രം, അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്ന ദേവാലയങ്ങളിൽ ഇന്ന് തലനിരത്ത് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇന്ന് അമ്പരചുംബികളായ ദേവാലയങ്ങൾ പണിത് ഉയർത്തുന്നുണ്ട്. പക്ഷെ ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ തലമുറയിൽ എത്ര പേര് പള്ളിയിൽ, അല്ലെ 50 കൊല്ലമൊന്നും വേണ്ട, അടുത്ത തലമുറ, ഇപ്പൊ ഉള്ള ഈ തലമുറ എത്ര പേര് ഈ വിശുദ്ധ ആചാരങ്ങളിൽ അല്ലെങ്കിൽ കുർബാനയിൽ കൂദാശകളിൽ താല്പര്യത്തോടെ പങ്കെടുക്കുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ തന്നെ നമ്മുടെ യൂത്ത് എവിടെയാണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്കൊന്നും യേശുവിന്റെ സ്നേഹം എന്താന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരിശ്രമിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു സന്ധ്യായാമം അങ്ങയുടെ തിരുവചനത്തിന്റെ കീഴിലായിരിക്കുവാൻ അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ വചനം വായിക്കാനും പഠിക്കാനും അത് ഗ്രഹിക്കാനും അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടെ സ്തോത്രവും സ്തുതിയും അങ്ങയുടെ പാദപീഠെ സമർപ്പിക്കുന്നു. ദൈവമേ, സ്വർഗരാജ്യത്തെ പറ്റി 7 ഉപമകളിലൂടെ അവിടുന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. വെറുതെ ലാഘവബുദ്ധിയോടെ വചനം കേട്ട് ദൈവമേ സാത്താൻ എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ഞങ്ങളെ കാക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ, വചനം കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും കഷ്ടതകളും വേദനകളും സഹനങ്ങളും ഒക്കെ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ദൈവമേ, വചനത്തെ നന്നായി നല്ല ഹൃദയത്തോടെ സ്വീകരിക്കാൻ സഹായിക്കണമേ. ലോകമോഹങ്ങൾ, ജഡീക തിന്മകൾ നിറഞ്ഞ ഒരു മനസ്സിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് വചനം സ്വീകരിച്ചാൽ അത് മുള്ളിനിടയിൽ സ്വീകരിക്കുന്നതിന് തുല്യമാണെന്ന് അങ്ങ് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ദൈവമേ, ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച് ജഡീക താല്പര്യങ്ങളോട് വിട പറഞ്ഞ് അങ്ങയുടെ വചനം സ്വീകരിച്ച് മുന്നേറുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നല്ല നിലത്ത് വചനം സ്വീകരിച്ച് വിശുദ്ധന്മാരെ പോലെ 30ഉം 60ഉം 100ഉം മേനി വചനം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ തലമുറകളോട് അങ്ങയുടെ വചനം പറഞ്ഞ് പഠിപ്പിക്കാനും ദൈവമേ, അവിടുന്ന് നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും വിവരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർഗി സഹതായ പരിശുദ്ധനായ പരിമല തിരുമേനി, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.